പ്രിയദർശിനി പദ്ധതി മൂലം തകർന്ന ബസ് മേഖലയെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടിയിൽ ദോശചുട്ട് സമരം സംഘടിപ്പിച്ചു. പ്രിയദർശിനി പദ്ധതിയിലൂടെ തകർന്ന സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കൊച്ചിയുടെ ആഭിമുഖ്യത്തിൽ തോപ്പുംപടി BOT പാലത്തിന് സമീപം ദോശചുട്ട് സമരം സംഘടിപ്പിച്ചു. സെക്രട്ടറി രാമപടിയാർജി സ്വാഗതം പറഞ്ഞു. എന്താണ് നിങ്ങളുടെ പ്രതിഷേധത്തിൽ? ഞങ്ങളെ സംബന്ധിച്ചോളം കഴിഞ്ഞ ജൂൺ 15 മുതൽ പ്രിയദർശിനി സൗജന്യ യാത്ര അനുവദിച്ചതിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഈ പശ്ചിമ കൊച്ചിയിലെ 194 ബസ്സുകളുണ്ട്. അതിൽ എടക്കൊച്ചി മട്ടാഞ്ചേരി 13 ബസ്സും എടക്കൊച്ചി ഫോർട്ടുകൊച്ചി 18 ബസ്സും 10ഓളം ബസ്സുകൾ എടക്കൊച്ചി എറണാകുളം. അതോടൊപ്പം ഇവിടെ കുമ്പളങ്ങി, പെരുമ്പടപ്പ് മറ്റുള്ള വണ്ടികളും ഓപ്പറേറ്റ് ചെയ്തു. പ്രിയദർശിനി പദ്ധതിയുടെ ഭാഗമായിട്ട് ചേർത്തലയിൽ നിന്ന് തോപ്പുംപടിക്ക് വരുന്ന പ്രിയദർശിനി ബസ്സുകൾ എല്ലാം ഈ സ്ത്രീകൾ കയറുന്നതിന്റെ പശ്ചാത്തലത്തിൽ നമ്മളെ സംബന്ധിച്ചോളം ബസ്സിൽ യാത്രക്കാരില്ലാത്ത ഒരു അവസ്ഥയാണ്. കാരണം സ്ത്രീകൾ കയറുമ്പോൾ അവരുടെ ഭർത്താക്കന്മാരും കുട്ടികളും അതോടൊപ്പം ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുമ്പോൾ നമ്മളെ സംബന്ധിച്ചോളം ഒരു തരത്തിലും യാത്രക്കാരില്ലാത്ത ഒരു അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. പൊതുവെ ഈ എടക്കൊച്ചി മട്ടാഞ്ചേരി ചെറിയ റൂട്ടുകളായതുകൊണ്ട് ഈ കുമ്പളങ്ങോടിയിലും മറ്റുള്ള സ്ത്രീകൾ സീറോ ടിക്കറ്റ് എടുത്ത് തോപ്പുംപടിയിൽ വന്ന് തിരിച്ച് ചേർത്തലയ്ക്കും മറ്റുള്ള സ്ഥലത്തും യാത്ര ചെയ്യുമ്പോൾ അംഗപരിമിതരും കാഴ്ചപരിമിതരുമായ പലർക്കും ഇതിൽ യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. ഒരു വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ കാലോചിതമായ പരിഷ്കാരം വരേണ്ടത് കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്. നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ നിലനിൽക്കേണ്ടത് സമൂഹത്തിന്റെ ആവശ്യമാണ്. കാരണം 38,000 ബസ് ഇന്ന് ഇവിടുത്തെ ഇത് നോക്കിയാൽ സെൻസസ് നോക്കിയാൽ 3.5 കോടി ജനമാണ്. നമ്മൾ നാറ്റ്പാക്കിന്റെ കണക്കനുസരിച്ച് 1.5 കോടി വാഹനങ്ങളുള്ള ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതിലും ഡെൻസർ ആയിട്ടുള്ളത് കൊച്ചിയും എറണാകുളവും. അപ്പൊ എന്താ പറ്റണമെന്ന് വെച്ചാൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ 140 ടൂ വീലർ യാത്ര ചെയ്യേണ്ട ഒരു സ്ഥിതിയാണ്. ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. എന്താണ് ഈ റോഡുകൾ ഒക്യുപ്പൈ ചെയ്യുന്നുണ്ട്. അപ്പൊ എന്ത് പറ്റുന്ന എലിവാല് പോലത്തെ ഈ കോറിഡോറിൽ MA സീറ്റിൽ ക്ലെയിം വരുന്ന ഏറ്റവും വലിയ സംസ്ഥാനം നമ്മുടേതാണ്. 24 മണിക്കൂറിൽ 2 മണിക്കൂറിൽ ഒരാൾ മരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതിനകത്ത് കൂടുതലും ടൂ വീലറാണ് 90%ഉം അപകടത്തിൽപ്പെടുന്നത്. അപ്പൊ ഇതെല്ലാം നോക്കി വരുമ്പോൾ നമ്മുടെ അന്തരീക്ഷ മലിനീകരണം കുറയും. കൊറിഡോർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും സമയത്ത് എത്താൻ പറ്റും. അപ്പൊ ഈ സ്കീമിൽ ഒരു അമെന്റ്മെന്റ് ഗവൺമെന്റ് വരുത്തിയാൽ ഇവിടെയുള്ള വണ്ടികൾക്കും ചേർത്തലേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഈ വണ്ടികളില് ഒരു പരിധിവരെ പരിഹാരം ഉണ്ടാക്കും. അല്ലാത്ത പക്ഷം ഈ യാത്രക്കാരെയൊക്കെ ഈ സീറോ ടിക്കറ്റില് എല്ലാ യാത്രയും ചെയ്യാൻ പറ്റിയാൽ നമുക്ക് എല്ലാവർക്കും ഈ തിരക്ക് ഒഴിവാക്കുകയും ഈ അപകടാവസ്ഥ ഒഴിവാക്കുകയും ചെയ്യാൻ പറ്റുന്ന ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ പോണത്. അത് കാരണം ഈ സീറോ ടിക്കറ്റ് സംവിധാനം മുഴുവൻ ബസ്സുകളിലും വ്യാപിപ്പിക്കണമെന്നാണ് ഞങ്ങളുടെ പ്രധാന ആവശ്യം. പ്രസിഡന്റ് ലാലൻ MS അധ്യക്ഷത വഹിച്ചു. സാഹിത്യകാരൻ MV ബെന്നി ഉദ്ഘാടനം ചെയ്തു. ഉപജീവനം നടത്തുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങൾ മുൻനിർത്തി പലപ്പോഴും ജനപ്രിയരാകാനുള്ള വെപ്രാളം കൊണ്ട് രാഷ്ട്രീയ നേതാക്കൾ എടുത്താൽ പൊങ്ങാത്ത പദ്ധതികൾ മുന്നോട്ട് വെച്ച് ആ രംഗത്ത് ഉപജീവനം നടത്തിയിരുന്ന മഹാഭൂരിപക്ഷം ആളുകളെ വഴിയാധാരാക്കമാകുന്നത് കാണാൻ കഴിയും. തീർച്ചയായും ആളുകൾക്ക് ഈ ഉപജീവനത്തിനൊരു മാർഗം വേണം, തൊഴിൽ മാർഗം വേണം. അത് ഇന്ത്യ രാജ്യത്ത് എല്ലായിടത്തും ഇല്ല, അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തും ഇല്ല, ആവശ്യത്തിനില്ല. അത് തന്നെയാണ് കേരളത്തിലെ സ്ഥിതി. ഇവിടെ ഏത് പാർട്ടി ഭരിക്കുന്നു എന്നുള്ളതൊന്നുമല്ല നമ്മുടെ വിഷയം. ആര് ഭരിച്ചാലും കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടണം. ദൗർഭാഗ്യവശാൽ ആ വഴിക്കല്ല നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ ശ്രദ്ധ. രാഷ്ട്രീയ നേതാക്കൾക്ക് കൈവടിയാണ് പ്രധാനം. ഏതാണ്ട് നമ്മുടെ സമൂഹത്തിന്റെ പൊതുസ്വഭാവം തന്നെ പരിഹാസത്തോട് ഇപ്പൊ പറയുന്നത് റീൽസിൽ ജീവിക്കുന്ന ജനതയാണ്. റീൽസാണ് സർവപ്രധാനം എന്ന് കരുതി ജീവിക്കുന്നു. കയ്യടി കിട്ടാനോ എല്ലാ കാര്യങ്ങളും വേണം. പക്ഷെ അതിനേക്കാളൊക്കെ ഉപരിയായി സമൂഹത്തിന് ഭാവിയിലും മുന്നോട്ട് പോകണമെങ്കിൽ ആളുകളുടെ തൊഴിലവസരം നിഷേധിക്കരുത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. മുൻ മേയർ KJ സോഹൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. ആശംസകൾ നേർന്നുകൊണ്ട് ജില്ലാ പ്രസിഡന്റ് KB സുനീർ, ജില്ലാ സെക്രട്ടറി KM സിറാജ്,
മൂവാറ്റുപുഴ യൂണിറ്റ് സെക്രട്ടറി അനിൽകുമാർ, അങ്കമാലി യൂണിറ്റ് സെക്രട്ടറി ഡേവിഡ് BO, അങ്കമാലി യൂണിറ്റ് പ്രസിഡന്റ് ജിബി, കോതമംഗലം യൂണിറ്റ് സെക്രട്ടറി നവാസ്, കാക്കനാട് യൂണിറ്റ് പ്രസിഡന്റ് അലി, BMS ജില്ലാ സെക്രട്ടറി പ്രസിദ്ധ, CITU പ്രസിഡന്റ് സജീർ, സോണി തുടങ്ങിയവർ സംസാരിച്ചു. ട്രഷറർ സുനിൽകുമാർ നന്ദി രേഖപ്പെടുത്തി. PBOA സിന്ദാബാദ്, PBOA സിന്ദാബാദ്, ബസ്റുമ തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ബസ്റുമ തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ബസ്റുമ തൊഴിലാളി ഐക്യം സിന്ദാബാദ്, ബസ്റുമ തൊഴിലാളി ഐക്യം സിന്ദാബാദ്. പ്രിയദർശിനി പദ്ധതി പുനഃപരിശോധിക്കുക, പ്രിയദർശിനിയെ സംരക്ഷിക്കുക. PBOA സിന്ദാബാദ്, PBOA സിന്ദാബാദ്, കൊച്ചി യൂണിറ്റ് സിന്ദാബാദ്, കൊച്ചി യൂണിറ്റ് സിന്ദാബാദ്, ജില്ലാ അസോസിയേഷൻ സിന്ദാബാദ്, ജില്ലാ അസോസിയേഷൻ സിന്ദാബാദ്. പ്രിയദർശിനി പദ്ധതി പുനഃപരിശോധിക്കുക, സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുക, സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുക, സ്വകാര്യ ബസ്സുകളെ സംരക്ഷിക്കുക. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി. ഡെയിലി ലൈഫിലെ സ്ട്രെസ്സും ബോഡി പെയിനും കാരണം മടുത്തോ? ദാ ഇതിനൊരു കംപ്ലീറ്റ് സൊല്യൂഷൻ. വെൽക്കം ടു വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്. ആയുർവേദത്തിന്റെ തനിമയും അഡ്വാൻസ്ഡ് കൈറോപ്രാക്ടിക് ട്രീറ്റ്മെന്റിലൂടെ നിങ്ങളുടെ കഴുത്തുവേദന, വിട്ടുമാറാത്ത നടുവേദന, സയാറ്റിക്ക, സ്ലിപ്പ് ഡിസ്ക്, ഫ്രോസൺ ഷോൾഡർ അല്ലെങ്കിൽ പോസ്ചർ ഇഷ്യൂസ് സ്മാർട്ടായി മാറ്റാം. ഡോക്ടർ സുസ്മിത സജീവിന്റെ മേൽനോട്ടത്തിൽ സർട്ടിഫൈഡ് ആയിട്ടുള്ള തെറാപ്പിസ്റ്റുകളുടെ സേവനം ലഭ്യമാണ്. ഇനി നോ പെയിൻ, ഓൺലി ഗെയിൻ. ശരീരവും മനസ്സും ഒന്ന് കൂളാക്കാൻ ഞങ്ങളുടെ സിഗ്നേച്ചർ പഞ്ചകർമ്മ തെറാപ്പികളും കൂടാതെ ന്യൂ മമ്മിമാർക്കായി പോസ്റ്റ് നേറ്റൽ കെയർ, വിവാഹത്തിനൊരുങ്ങുന്നവർക്കായി ബ്രൈഡൽ വെൽനസ് പാക്കേജുകളും റെഡിയാണ്. PCOS, വണ്ണ നിയന്ത്രണം, സ്കിൻ ആൻഡ് ഹെയർ കെയർ എന്നിവയ്ക്ക് കസ്റ്റമൈസ്ഡ് പ്രോഗ്രാമുകൾ ഇവിടെ ലഭ്യമാണ്. ഒരു ശാന്തമായ അന്തരീക്ഷത്തിൽ യാത്ര വൈഗയോടൊപ്പം ഇന്ന് തന്നെ ആരംഭിക്കൂ. ബുക്ക് യുവർ സ്ലോട്ട് നൗ. വൈഗ ആയുർവേദിക് വെൽനസ് റിട്രീറ്റ്, പ്യാരി ജംഗ്ഷൻ, തോപ്പുംപടി, കൊച്ചി.